ആപ്സ് ഓരോ ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് അപ്പോൾ സെക്കൻഡ് ജനറേഷൻ എർട്ടിഗയാണ്. ZXi+ BS6 പെട്രോൾ വേരിയൻ്റ് ആണ്. അപ്പോൾ ലൈറ്റ് യൂസ് ചെയ്തേക്കുന്ന ഒരു പ്രൊജക്ടർ സെറ്റപ്പിലാണ് ഹാലജൻ യൂണിറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. താഴെ ഫോഗ് ലാംപ്സും ഒരു ഹാലജൻ ബൾബ് തന്നെയാണ്. ബ്ലാക്ക് ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. ക്രോം സ്റ്റഡ് ചെയ്ത ഒരു ഗ്രില്ലാണ് യൂസ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ഗ്രില്ലിനോട് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോം ലൈൻ നമുക്കിവിടെ കാണാം. താഴെ എഡാമും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഇൻസേർട്ടും ക്യാരക്ടർ ലൈൻസും ഒരുപാട് നമുക്കിവിടെ കാണാം. നമുക്കപ്പോൾ ബോണ്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു K15 സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിനാണ്. 1.5 ലിറ്റർ 1462cc, പവർ റെഡ്യൂസറിൻ്റെ 103 bhp, ടോർക്ക് 138 Nm, ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ നേരെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ടയേഴ്സ് 185/65 R15 ടയേഴ്സാണ്. LED ഇൻഡിക്കേറ്റേഴ്സ് കൂടിയ ORV മിറേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ക്രോം ഡോർ ഹാൻഡിൽസ്, അതോടൊപ്പം കീലെസ് എൻട്രി ബട്ടൺ കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഓവറോൾ വണ്ടിയുടെ സൈഡ് വ്യൂ വന്നത്. എർട്ടിഗയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത് 180 mm ആണ്. മുകളിൽ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ആഞ്ചിന് നൽകിയിരിക്കുന്നത്. കുറച്ചും കൂടെ നീളം കുറഞ്ഞ ഷോർട്ട് ആഞ്ചിന് ആവാമായിരുന്നു. അപ്പോൾ ബാക്കിലോട്ട് വരുമ്പോൾ ടെയിൽ ലാമ്പ് യൂസ് ചെയ്തേക്കുന്ന ഒരു സ്പ്ലിറ്റായ ഡിസൈനാണ്. അതോടൊപ്പം ഒരു 3D ടെയിൽ ലാമ്പ് വിത്ത് LED നമുക്കിവിടെ കാണാം. സ്മാർട്ട് ഹൈബ്രിഡ് ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രോം ലൈൻ നമുക്കിവിടെ കാണാം. എർട്ടിഗ ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്കിൻ്റെ ഒരു വ്യൂ വന്നത്. താഴെ നമുക്ക് 2 റിഫ്ലക്ടർ കൊടുത്തതായി കാണാം. നമുക്കിപ്പോൾ ബോട്ടിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ക്യാമറ ഒരെണ്ണം നൽകിയിട്ടുണ്ട്. ഇതാണ് ക്യാമറ. ഇവിടെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റോറേജ് സ്പേസ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ചെറിയ അത്യാവശ്യം 2 കമ്പാർട്ട്മെൻറ്റ് പറഞ്ഞ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നത്. നമുക്ക് ബാക്കിലെ സീറ്റ് 50-50 ഫോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വള്ളി പിടിച്ച് വലിച്ചാൽ തിരിച്ച് അൺഫോൾഡ് ചെയ്യാനും പറ്റും. 209 ലിറ്റർ അതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വന്നത്. ഈ സീറ്റ് ഇങ്ങനെ റിക്ലൈൻ ചെയ്യാൻ പറ്റും ചെറിയ ആംഗിളിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് തിരിച്ച് പൊസിഷനിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. സെക്കൻഡ് റോയും തേർഡ് റോയും നമുക്ക് ഫുള്ളി ഫ്ലാറ്റായി ഫോൾഡ് ചെയ്യാൻ പറ്റും. ബൂട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് നേരെ ബാക്ക് സീറ്റിലോട്ട് പോകാം. എല്ലാ ഡോസും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് എർട്ടിഗയിൽ വന്നേക്കുന്നത്. എന്ന് നല്ല വിസിബിൾ തന്നെ വിൻസ്ക്രീനാണ്. ഇവിടെ ഒരു ഫാബ്രിക് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് റോ സീറ്റിൻ്റെ ഒരു വ്യൂ വന്നത്. അപ്പോൾ താഴെ ചെറിയൊരു പൊക്കോണുള്ളൂ. നമുക്കപ്പോൾ ഒന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഫാബ്രിക് സീറ്റ്സാണ്. ഇവിടെ ക്രോം ഡോർ ഹാൻഡിൽസും അതോടൊപ്പം ഒരു പവറിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഡോർ പോക്കറ്റ്, 12 വാട്ട് ചാർജിങ് സോക്കറ്റും നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഒന്നുമില്ല, പ്ലെയിൻ ആണ്. നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന വിധമാണ് സീറ്റിൻ്റെ കോൺഫിഗറേഷൻ വന്നത്. റിക്ലൈൻ ചെയ്യാൻ പറ്റും, സ്ലൈഡ് ചെയ്യാനും വരും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആംഗിൾ, റിക്ലൈൻ ചെയ്തേക്കുന്ന ആംഗിൾ. നമുക്കപ്പോൾ മുകളിലായിട്ട് AC വെൻറ്റും കൊടുത്തിട്ടുണ്ട്. 4 AC വെൻറ്റ് കാണാം. ഇവിടെ AC ബ്ലോവറിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇവിടെ ലൈറ്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കപ്പോൾ ഇനി തേർഡ് റോ ഒന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ തേർഡ് റോയിലൊക്കെ ആണെങ്കിൽ സെക്കൻഡ് റോ ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഫോൾഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലോട്ട് പിടിച്ചാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. അതിന് ഓട്ടോമാറ്റിക് സ്ലൈഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് തേർഡ് റോ സീറ്റിൻ്റെ ഒരു വ്യൂ വന്നത്. ഞാനപ്പോൾ ഇപ്പുറത്ത് ഇരുന്ന് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. പിള്ളേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഇതുകൊണ്ട് തന്നെ തേർഡ് റോ കോൺഫിഗറേഷൻ വന്നേക്കുന്നത്. ഞാനപ്പോൾ സ്ലൈഡ് ചെയ്യുന്ന സീറ്റ് ഫ്രണ്ടിലോട്ട് ഫുള്ള് സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഏകദേശം എൻ്റെ ഒരു പൊസിഷനിലേക്ക് സ്ലൈഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ലെഗ് റൂം വന്നത്. ഇത്രയും തൈ സപ്പോർട്ട് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ 2 സൈഡിലും ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു പ്ലാസ്റ്റിക് ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആംബ്രസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെ തന്നെ നമുക്ക് ബാക്കിലും ബെൽറ്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 12 വാട്ട് ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. നമുക്കപ്പോൾ നേരെ സെക്കൻഡ് റോയിലൊക്കെ തന്നെ പോകാം. അപ്പോൾ ഇറങ്ങാനും കയറാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പൊക്കോളുകൊണ്ടായിരിക്കണം. ഞാൻ 6 അടി ഉണ്ട്. അപ്പോൾ തിരിച്ച് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്കൊന്ന് റിക്ലൈനും ചെയ്യാം. നമുക്കൊന്ന് ബാക്കിലോട്ട് സീറ്റ് ഞാൻ ഫുള്ള് ഇറക്കിയിട്ടുണ്ട്. ഇവിടെയും ഫുള്ള് സീറ്റ് ബാക്കിലോട്ട് ഇറക്കിയിട്ടുണ്ട്, സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ സീറ്റ് ഒന്ന് റിക്ലൈൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ ഒന്ന് പുഷ് ചെയ്താൽ സീറ്റ് റിക്ലൈൻ ആയിട്ടുണ്ട്. സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെഗ് റൂം ഉണ്ട്. ഇതാണ് ഇൻറ്റീരിയറിൻ്റെ ഒരു വ്യൂ വന്നത്. നമുക്കപ്പോൾ നേരെ ഫ്രണ്ട് സീറ്റിലോട്ട് പോകാം. ഡോറെല്ലാം ആവറേജ് വെയിറ്റുള്ളൂ. സാധാ സ്വിഫ്റ്റിലൊക്കെ കണ്ടുവരാൻ അതേ വെയിറ്റിനുള്ളൂ ഡോറിന്. ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു കീലെസ് എൻട്രി നോബ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. നമുക്കപ്പോൾ സീറ്റിലോട്ട് പോകാം. ഓൾമോസ്റ്റ് എല്ലാ ആംഗിളും നമുക്കിവിടെ ഒരു വുഡൻ പാനലിംഗ് ട്രിം കൊടുത്തിട്ടുണ്ട്. ക്രോം ഡോർ ഹാൻഡിൽസും സാധാ നോർമൽ പവർ വിൻഡോസും കൂടെ കൊടുത്തിട്ടുണ്ട്.
ഓട്ടോ സ്റ്റാർട്ടർ സ്റ്റോപ്പ്, ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടോട് കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് ബോട്ടം കൂടിയ സ്റ്റിയറിംഗ് വീലാണ്. ഇത് ഓഡിയോ കൺട്രോൾസും താഴെ ബ്ലൂടൂത്ത് കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഒരു വുഡൻ പാനലിംഗ് നൽകിയിട്ടുണ്ട്. ലെതർ റാപ്പോറുടെ സ്റ്റിയറിംഗ് വീലാണെന്ന് എനിക്ക് പറയാം. ഇവിടെ 5 ഗിയർ, സാധാരണ നോർമൽ. ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് നൽകിയിരിക്കുന്നത്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് വണ്ടിയുടെ കീ വരുന്നത്. സാധാ സ്വിഫ്റ്റിനേക്കാളും കുറച്ചും ഒരു ബ്ലൂയിഷ് കളർ ഇതിൽ കൂടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ ബോട്ടിൽ അല്ലെങ്കിൽ കപ്പ് തണുപ്പിക്കാൻ പറ്റുന്ന ഒരു വെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ മുകളിലായി ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫാനിൻ്റെ സ്പീഡ് നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ അതിൻ്റെ സ്വിച്ചസും കാര്യമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് AC വെൻ്റാണ്. MPV സെഗ്മെൻറ്റിൽ ഈ വണ്ടിയിൽ മാത്രമേ ഉള്ളൂ ഇൻറ്റഗ്രേറ്റഡ് AC വെൻ്റ് വന്നേക്കുന്നത്. ഇവിടെ ഒരു TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഫ്യൂവൽ എക്കണോമി അറിയാൻ പറ്റും. അതോടൊപ്പം നമുക്ക് ഡ്രൈവിംഗ് ടൈം, പിന്നെ ഐഡിയൽ ഫ്യൂവൽ, ക്ലോക്ക്, ടോർക്ക് എത്ര പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്, പവർ എത്ര പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്, നമുക്ക് ഏകദേശം ഒരു നിശ്ചയം കിട്ടും. പിന്നെ ഹൈബ്രിഡിൻ്റെ ഭാഗമായി ഒരു ബാറ്ററി റീചാർജിൻ്റെ ഇൻഫോർമേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേ തന്നെ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സ്വിഫ്റ്റിലൊക്കെ കണ്ട പോലെ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡോ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന സെറ്റാണ്. GPS ഇൻബിൽഡ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇതിന് ടച്ച് ഫീഡ്ബാക്ക് ഉള്ളൊരു സെറ്റും കൂടിയാണ്. യൂസ് ചെയ്യാനും സുഖമാണ്. നമുക്കപ്പോൾ GPS മാപ്പ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മാപ്പിൻ്റെ ഒരു വ്യൂ വന്നത്. ഇവിടെ നോർമൽ ഗ്ലൗ ബോക്സാണ് കൊടുത്തേക്കുന്നത്. മുകളിലായി വൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. വൈസർ വിത്ത് മിററാണ്. സെൻട്രലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാനുവൽ ഡിം ചെയ്യാൻ പറ്റുന്ന റിയർ വ്യൂ മിററാണ്. ഇവിടെ പ്ലെയിൻ വൈസേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്കപ്പോൾ റിവേഴ്സ് ക്യാം ഒന്ന് നോക്കാം. റിവേഴ്സ് ക്യാമിൻ്റെ വ്യൂ ആണിത്. ഫിക്സഡ് ഗൈഡ് ലൈൻസ് ആണ്. ഇതാണ് പെട്രോൾ 1.5 ലിറ്ററിൻ്റെ സൗണ്ട്. നമുക്ക് ബഡ്ജറ്റ് ഫാമിലി കാർന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് മാരുതി എർട്ടിഗ. ഇപ്പോൾ 2 ഫ്യൂവൽ ടൈപ്പിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പെട്രോളും പിന്നെ CNG. പെട്രോളിൽ 6 വേരിയൻറ്റും ഉണ്ട്. CNGയിലാകെ CNG VXI എന്ന് പറഞ്ഞ ഒറ്റ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. പെട്രോളിലാണെങ്കിൽ പെട്രോൾ മാനുവലും പെട്രോൾ ഓട്ടോമാറ്റിക്കാണുള്ളത്. പെട്രോൾ മാനുവൽ 5 സ്പീഡും പെട്രോൾ ഓട്ടോമാറ്റിക് 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പെട്രോൾ മാനുവലിന് മൈലേജ് പറയുന്നത് 19.01 ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കിനാണെങ്കിൽ 17.99ഉം CNGക്ക് 26.08 കമ്പനി പറഞ്ഞ മൈലേജ്. എനിക്കിപ്പോൾ പവറും ടോർക്കും മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അതിലോട്ട് TFT ഡിസ്പ്ലേ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. MPV എന്ന് പറയുമ്പോൾ തന്നെ ഒരു ട്രാവലിംഗ് പേർപ്പസ് വണ്ടി ആയതിനാൽ അതിനോട് മികച്ച രീതിയിലാണ് സസ്പെൻഷൻസ്. പഴയ കെട്ടിക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ തന്നെ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. സാധാ ഓൾമോസ്റ്റ് എല്ലാ കാലം യൂസ് ചെയ്യാനുള്ള ഫ്രണ്ടിൽ മാക്ഫോസ് സ്റ്റാർട്ടും ബാക്കിൽ ടോർഷൻ ബാറാണ് യൂസ് ചെയ്തേക്കുന്നത്. സേഫ്റ്റിയുടെ ഭാഗമായി ഫ്രണ്ടിലാണ്ട് ഡ്യുവൽ SRS എയർബാഗ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ABS വിത്ത് EBD. പിന്നെ MPV ആയതിനാൽ വളരെയധികം ആവശ്യമുള്ളൊരു സാധനമാണ് ഹിൽ ക്ലൈംബ് അസിസ്റ്റ്. കാരണം നമുക്ക് ഏറ്റവും കയറുമ്പോൾ വണ്ടി ഇറങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ബാക്കിൽ ലോഡ് വെച്ചായിരിക്കും കൂടുതൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ അത്യാവശ്യമായൊരു ഫീച്ചറാണ് അപ്പോൾ ഹിൽ ക്ലൈംബ് അസിസ്റ്റ്. അത് ഈ എർട്ടിഗയിൽ നൽകിയിട്ടുണ്ട്. എർട്ടിഗ LXI സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 7.64 lakhs ആണ്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ZXi പ്ലസ് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 11.61 lakhs ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എർട്ടിഗ ZXi ഓട്ടോമാറ്റിക് ആണെങ്കിൽ 12,30,000 രൂപയും വരും. ഞാൻ നേരത്തെ പറഞ്ഞ ടോർക്കും പവറും നമുക്ക് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചുകൊണ്ടൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ മുകളിൽ കാണുന്ന ടോർക്ക് മീറ്റർ വന്നത് ടോർക്ക് ഇപ്പോൾ ഫുള്ളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പവർ ലേശം കുറവാണ്. അത് നമുക്ക് കാല് ഓർഗനനുസരിച്ച് അത് അങ്ങാടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എർട്ടിഗയുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വണ്ടിയുമായി നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടെസ്റ്റ് ഡ്രൈവിൽ അലോട്ട് ചെയ്ത് മൈജോ മോട്ടോഴ്സ് ആണ്. നമ്മുടെ കൂടെ വന്ന് നിഖിലാണ്. ഞാൻ നിഖിലിൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിഖിലിനെ കോൺടാക്ട് ചെയ്താൽ മതി.